ഇന്നിപ്പോൾ വൈകുന്നേരം 3:30 ആയപ്പോഴാണ് കിച്ചണിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഇഫ്താറിന് എന്താ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, നോമ്പ് മുറിക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ മക്കൾക്ക് ഓരോ ഐറ്റംസ് അവരിങ്ങനെ പറയും. നോമ്പ് നമ്മുടെ ഇടത്താഴം കഴിഞ്ഞ ഉടനെ തന്നെ രാവിലെ പറയാൻ തുടങ്ങും, ഇന്ന് എനിക്ക് ഇഫ്താറിന് അത് വേണം ഇത് വേണം ഇങ്ങനെ പറയണം. അപ്പോൾ മോള് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കിണ്ണത്തപ്പം വേണം. അപ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ മാവൊക്കെ അരച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദേ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ വെക്കാൻ നേരം നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ സ്യൂട്ടാണോ എന്ന് നോക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു മിക്സ് ഞാൻ ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് തടവിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ലൂസായിട്ട് മാവ് ശരിക്കും ലൂസായിട്ട് പച്ചവെള്ളം എങ്ങനെ ഇരിക്കുന്ന ആ ഒരു ലൂസിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പുഡിങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ, ആ ഒരു ടൈപ്പിന് തന്നെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് ഒരു സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനത് എങ്ങനെയാണ് വെച്ചതെന്ന് അകത്തൊരു അടപ്പ് വെച്ചു, പിന്നെ പുറത്ത് ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്നാക്സ് ഉണ്ടാക്കണമല്ലോ, എന്തെങ്കിലും മീറ്റ് റോളോ അതുപോലെ സമോസയോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനിടെ സവോളയും പച്ചമുളകും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് ഒന്ന് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ആ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ സമോസ ലീഫും മീറ്റ് റോളിൻ്റെ ലീഫും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിന് എടുത്ത് മാറ്റിയിട്ട് അപ്പം തന്നെ അത് തിരിച്ചങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ കരുതി. കാരണം ഇത് പുറത്തിരുന്നാലും മൈദയിലുണ്ടാക്കി അതും നല്ല ഡേറ്റുള്ള 1 വർഷം വരെ ലോങ് ലൈഫുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അധികം ഇരിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ അപ്പം തന്നെ അങ്ങ് ഫ്രീസറിലാക്കി വയ്ക്കും. അപ്പോൾ ഞാൻ മുന്നേ ആദ്യത്തെ ഒരു 10 നോമ്പിന് വേറൊരു കമ്പനിയുടേതാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് സമോസ. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നി ഇതാകുമ്പോൾ കുറച്ചും കൂടെ എന്തോ ഒരു ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചധികം സമയം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. അങ്ങനെ ദേ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ അപ്പോൾ തന്നെ അങ്ങ് ഫ്രിഡ്ജിലാക്കി വെക്കുകയാണ്. കാരണം ഇനിയും ഇന്നിപ്പോൾ നോമ്പ് 14 ആയിട്ടുള്ളൂ, ഇനിയും നോമ്പ് 16 നോമ്പ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഡെയിലി ഇതൊരു 3-4 എണ്ണം മക്കൾക്ക് കമ്പൽസറിയാണ് കേട്ടോ. എനിക്കങ്ങനെ ഇല്ല, ഞാനത് വീണ്ടും വീണ്ടും പറയണം. നമ്മുടെ കാര്യം പ്രശ്നമല്ലല്ലോ, പക്ഷെ മക്കൾ നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് നമ്മളിങ്ങനെ എന്താ ചാക്കി കൊടുക്കണമല്ലോ. ഞാൻ ആ കിണ്ണത്തപ്പം വെന്തിട്ടുണ്ടാവും എന്ന് എഴുതി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെന്തിട്ടില്ല, നമ്മൾ തീരെ ഒരു വെള്ളം പോലെ വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും വേകാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ ഞാൻ എന്നിട്ട് എടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ആ ഒരു സമോസയുടെ ആ ഒരു കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ കുറച്ച് മൈദ എടുത്തൊന്ന് കലക്കി വെച്ചു. അത് നമ്മൾ ഒട്ടിക്കാനാണ് കേട്ടോ, സമോസയുടെ സൈഡൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും മൈദ എന്ന് പറഞ്ഞാൽ പശയാണല്ലോ സംഭവം, അപ്പോൾ അത് ഒട്ടിക്കാനും ഒക്കെ അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ്റെ പീസ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് നമ്മുടെ സമോസയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു ചിക്കൻ മസാല ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാലയും ഒരിച്ചിരി ചേർത്ത് കൊടുക്കും. പിന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ചേർത്ത് കൊടുക്കും. അല്ലാതെ വേറെയുള്ള മസാലകളൊന്നും അങ്ങനെ ചേർക്കാറില്ല. ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഒരുപാട് എരിവാകുമ്പോൾ കുട്ടികൾക്ക് പറ്റില്ല, കാരണം 2 പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും എന്തേ കിണ്ണത്തപ്പം വെന്തിട്ടുണ്ടായിരുന്നു. ആ മുകളിലുള്ള അടപ്പ് മാറ്റി ആ മുകളിൽ എന്താ വെച്ചാൽ അടയ്ക്കണമെന്ന് വെച്ചാൽ അത് അതിലുള്ള വെള്ളം നമ്മൾ മുകളിൽ അടയ്ക്കാതിരുന്നാൽ ആവിയിൽ വരുന്ന ആ വെള്ളമില്ലേ, അത് ഈ ഒരു ഇതിനകത്തോട്ട് വീണിട്ട് ഒരു കാണാനും ഒരു കഴിക്കാനും ഒക്കെ ഒരു ഷേപ്പും ഒരു സുഖമില്ലാതെ വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മൂടിയൂടെ കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും മുകളിലൊരു മൂടി ഇടും കേട്ടോ. ഞാനത് തുറന്നിട്ട് നോക്കുകയാണ് അതിനകത്ത് വെള്ളം ഉണ്ടോ നോക്കിയതാണ്, അല്ലെങ്കിൽ പിന്നെ ഇനി അത് വെള്ളം ഇല്ലാണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം ഉണ്ടോ നോക്കിയതാണ്. അടുത്തൊരു പാത്രം വെച്ചിട്ട് ബാക്കി മാവ് ഒഴിച്ചെടുക്കുകയാണ്. പക്ഷെ ബാക്കി ഫുൾ ഒഴിക്കാൻ പറ്റിയിട്ടില്ല, 3ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള അടപ്പ് അടച്ചു കൊടുത്തു. പിന്നെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അതിന് ഒരു എക്സ്ട്രാ അടപ്പ് നമ്മൾ എന്തായാലും സ്യൂട്ടായിട്ടുള്ള ഒരു അടപ്പ് കൊടുത്തിട്ട് തന്നെ വെക്കണം. ഈ സമോസയുടെ കൂട്ട് റെഡിയായി. ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി തണുത്ത ശേഷം നമുക്ക് ആ ഒരു ലീഫിനുള്ളിലോട്ടാക്കി മാറ്റി വയ്ക്കാം. ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിണ്ണത്തപ്പം തണുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നമ്മളത് ഇളക്കിയെടുക്കാൻ നോക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കി 2 കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വരുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയത്താഴത്തിനോ അല്ലെങ്കിൽ നാളെയൊക്കെ എടുക്കാം. ഞാനിതിനകത്ത് 1 മുട്ടയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ രണ്ടും ഫുള്ള് ഒരു അരി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2-3 ഏലക്ക, പിന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര. എൻ്റെ മോള് മധുരം കുറച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് മധുരം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമോസ
സമൂസയും കൂടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് വേറൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ മസാല ഒന്ന് ആക്കി വെച്ചിട്ട് ഞാൻ കരുതി ഒന്ന് പോയി സാധനം വാങ്ങിയിട്ട് വരാം. അപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ നോമ്പായ കാരണം പകൽ നമുക്ക് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടവേളയിൽ അരമണിക്കൂർ കണ്ടെത്തിയിട്ട് പോകുന്നത്. അപ്പോൾ 5 മണിക്ക് ഇറങ്ങിയാൽ 5:30 എത്താമെന്നുള്ള ഇതിലാണ് സാധനങ്ങൾ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടി പോകാമെന്ന് കരുതി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി. പഞ്ചസാര, അതുപോലെ പഞ്ചസാര ഇന്നിപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ എടുത്തപ്പോഴാണ് കാണുന്നത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കുറച്ച് സാധനങ്ങൾ, പിന്നെ ഓറഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസാണ് മോന് എന്നും വേണ്ടത്. അപ്പോൾ ഓറഞ്ചും കൂടെ വാങ്ങി വരാമെന്ന് കരുതി. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേണ്ട സാധനം വാങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നത് അടുത്തുള്ള ഒരു ഗ്രിൽ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. നമ്മൾ മിക്കവാറും വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഈവനിങ്ങിൻ്റെ വരുന്ന ഒരു കടയാണ് കേട്ടോ. വന്ന് വരുമ്പോൾ ഇവിടെ ഫുള്ള് കാലിയാണ്. സീറ്റൊക്കെ നോമ്പാണല്ലോ. എന്തായാലും ഇഫ്താറിന് ശേഷം ചിലപ്പോൾ ആൾക്കാർ വരുന്നുണ്ടാവും. അതൊന്നും വരെ ഫുള്ള് കാലിയാണ്. അപ്പോൾ മക്കൾ വിളിച്ച് അൽഫാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ നോമ്പായതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കണ്ടെന്ന് ഇതിൽ അവർക്കൊരു നിർബന്ധം, ഇപ്പോൾ അത് കഴിക്കണമെന്ന്. അങ്ങനെ അവരെന്നെ വിളിച്ച് ഓർഡർ ആക്കിയതാണ്. അപ്പോൾ അതും ഞാൻ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ 5:30 തിരിച്ചെത്താമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഞാൻ ഏകദേശം 6 മണിയോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സ്പീഡപ്പായിട്ട് പോവാണ്. കാരണം ഇനി പോയിട്ട് കുറച്ച് പണികളുടെ ബാക്കിയുണ്ട്. സമോസയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എന്താ ഈ തൂക്കപാത്രത്തിൽ കൊണ്ടുവരുന്നതല്ല, ഈ തൂക്കിൽ കൊണ്ടുവരുന്നത് കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ പോയ പോക്കിൽ പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ ഞാൻ വിട്ടിട്ട് പള്ളിയിൽ നടയിൽ ഇറക്കിയപ്പോൾ അവൻ വാങ്ങിയിട്ട് വന്നതാണ്. അങ്ങനെ ഇരുത്താനും വേണ്ടി എല്ലാം റെഡിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, അൽഫാം വാങ്ങിയപ്പോൾ പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ വാങ്ങിച്ച് റെഡിയാക്കി ജ്യൂസൊക്കെ ആക്കി നമ്മുടെ സമോസയും മീറ്റ് റോളും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി രാത്രി എന്താ ഫുഡ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇന്നത്തെ ഫുഡ്. ഇനി ഒന്നും കഴിക്കില്ല. പിന്നെ ഇത് അത്താഴത്തിന് മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ മക്കളെന്താണോ കഴിക്കുന്നത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഞാനും പോകുന്നത്. പിന്നെ അഡീഷണലായിട്ട് ചോറും കാര്യങ്ങളും ഒന്നും വെക്കാറില്ല. ആർക്കും ഇതൊന്നും വേണ്ട കേട്ടോ. പിന്നെ പള്ളിയിൽ നിന്ന് നോമ്പ് കഞ്ഞി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ധാരാളം കേട്ടോ. ഇത്രയൊക്കെ തന്നെ മതി. നോമ്പിന് നമുക്കിങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല.